മെഡിക്കൽ ഇലക്ട്രോണിക്സിലെ തേർഡ് മൊഡ്യൂള് തെറാപ്യൂട്ടിക് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ അതിൽ പേസ് മേക്കേഴ്സ് എന്ന് പറഞ്ഞ ഡിവൈസസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് പേസ് മേക്കേഴ്സ് നമുക്ക് നോക്കാം. അപ്പം പേസ് മേക്കർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ECG ഒക്കെ പഠിച്ച സമയത്ത് അവിടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് പഠിച്ച സമയത്ത് നമുക്കറിയാം ഹാർട്ടിൻ്റെ ഈ SA നോഡ് എന്ന് പറയുന്ന ഈ പോർഷനിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസ് താഴോട്ട് സഞ്ചരിച്ചിട്ട് ഓരോ ഭാഗത്തിനെയും എന്ത് ചെയ്യും, റെസ്റ്റിങ്ങിൽ നിന്നും ആക്ഷൻ പൊട്ടൻഷ്യലോട്ട് പോകും. അതായത് പോളറൈസേഷൻ ആൻഡ് ഡീപോളറൈസേഷൻ, തിരിച്ച് റീപോളറൈസേഷൻ ഒക്കെ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹാർട്ട് അതിൻ്റെ നോർമൽ വർക്കിംഗ് അതിൽ നടക്കുന്നത്. അപ്പം അതിനൊക്കെ കാരണമാക്കുന്ന ഹാർട്ട് പമ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ കാരണമാകുന്നത് അതിന് കൊടുക്കുന്ന ട്രിഗർ പൾസ് എന്ന് പറയുന്നത് ഈ SA നോഡ് എന്ന് പറഞ്ഞ പോർഷനിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആണ്. ഈ ഇമ്പൾസ് താഴോട്ട് കണ്ടക്ട് ചെയ്തിട്ട് ഓറിക്കിൾസിലും അത് കഴിഞ്ഞ് വെൻട്രിക്കിൾസിലും ഒക്കെ എത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഹാർട്ടിൻ്റെ മിടിപ്പ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഫങ്ഷനിങ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസ് താഴോട്ട് കണ്ടക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ആ മൊത്തം സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇലക്ട്രോ കണ്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നോർമൽ വർക്ക് ചെയ്യുന്ന ഒരു ഹാർട്ടിൽ ഇതിങ്ങനെ നോർമൽ നമ്മൾ ജനിച്ച അന്ന് തൊട്ട് മരിക്കുന്ന അന്ന് വരെ നോർമലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. SA നോഡിൽ നിന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും, അത് ട്രാവൽ ചെയ്തിട്ട് ഓറിക്കിൾസ് കവർ ചെയ്ത് പിന്നെ വെൻട്രിക്കിൾസിൽ എത്തും. അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫൈബേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആദ്യം അതെന്ത് ചെയ്യും, ഡീപോളറൈസേഷൻ സംഭവിക്കും, വീണ്ടും തിരിച്ച് റീപോളറൈസേഷൻ സംഭവിക്കും. അങ്ങനെ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവിടുന്ന് ഒരു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. അതിനെ നമ്മൾ അതിൻ്റെ വേവ് ഫോമിനെയാണ് നമ്മൾ ECG എന്ന് പറയുന്നത്. ഇതേപോലെ നമുക്കൊരു വേവ് ഫോം അവൈലബിൾ ആവും. അപ്പം ഇത് നോക്കിയിട്ടാണ് നമ്മൾ അയാളുടെ ഹാർട്ട് പ്രോപ്പർ വർക്കിംഗ് ആണോ, അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഹാർട്ടിന് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കാരണം ഈ ഇലക്ട്രോ കണ്ടക്ഷൻ സിസ്റ്റത്തിന് ഇൻട്രപ്ഷൻ വരുവാണെങ്കിൽ, അതായത് ഇവിടെ ഇലക്ട്രോ കണ്ടക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ജനറേറ്റ് ചെയ്യുന്ന പൾസ് ഇങ്ങോട്ട് എത്താതിരിക്കുകയോ പൾസ് ഒരു പീരിയഡിക് ഇൻ്റർവെൽസിൽ ജനറേറ്റ് ചെയ്യപ്പെടാതിരിക്കുകയോ ഇങ്ങനത്തെയൊക്കെ അവസ്ഥ വരുന്ന സമയത്ത് ഈ ഹാർട്ടിൻ്റെ പമ്പിങ് ആക്ഷൻ എന്ത് ചെയ്യില്ല, നടക്കില്ല. അതായത് ഇഫ് an interruption occurs in the electroconduction system of heart, ability of heart to pump blood is disturbed or stopped. അപ്പം ഈ ഇലക്ട്രോ കണ്ടക്ഷൻ സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, ഒരു ഇൻട്രപ്ഷൻ അല്ലെങ്കിൽ തടസ്സം വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഹാർട്ടിൻ്റെ ബ്ലഡ് പമ്പ് ചെയ്യാന്നുള്ള അതിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നതിൽ നിന്നും എന്ത് ചെയ്യും, ഒരു ഡിസ്റ്റർബൻസ് വരും, അല്ലെങ്കിൽ അത് സ്റ്റോപ്പായി പോകും. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് പോസിബിൾ ടു റെഗുലേറ്റ് ദ ഹാർട്ട് റേറ്റ് ബൈ ഗിവിങ് എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ഇമ്പൾസസ് ടു ഹാർട്ട് മസിൽ. അപ്പം സ്വയമേ അത് ഈ ഇമ്പൾസ് കിട്ടിയിട്ട് ഹാർട്ട് റെഡി ആയി വരുന്നില്ലെങ്കിൽ, ഹാർട്ട് റേറ്റ് റെഗുലേറ്റ് ആവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പുറത്തുനിന്ന് അതായത് എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ഇമ്പൾസസ് ഹാർട്ട് മസിൽസിലോട്ട് കൊടുത്തിട്ട് നമുക്ക് ഹാർട്ടിൻ്റെ റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റെഗുലേറ്റ് ചെയ്യിക്കാൻ പറ്റും. അപ്പം അതിനുപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ പേസ് മേക്കർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദീസ് ഇമ്പൾസസ് ആർ ഗിവൺ ബൈ എൻ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് പേസ് മേക്കർ. അപ്പം പുറത്തു നിന്നും എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ഇമ്പൾസസ് ഹാർട്ട് മസിൽസിന് കൊടുത്തിട്ട് ഹാർട്ട് റേറ്റ് റെഗുലേറ്റ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, പേസ് മേക്കർ എന്ന് പേര് പറയുന്നത്. പേസ് മേക്കർ is a device which produces pulses and delivers them to heart. അതായത് പൾസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ഹാർട്ടിലേക്ക് ഡെലിവർ ചെയ്യുകയും ചെയ്യുന്ന ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ പേസ് മേക്കർ എന്ന് പറയുന്നത്. ഇനി പേസ് മേക്കറിൻ്റെ ആവശ്യം എന്താണെന്ന് നോക്കാം. നീഡ് ഫോർ പേസ് മേക്കർ. അതിന് മുമ്പ് ഈ പേസ് മേക്കറിൻ്റെ ഒരു ഡയഗ്രാം, ഇതാണ് പേസ് മേക്കർ, ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതാണ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇത് ഇവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പം അത് എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇമ്പൾസ് കൊടുക്കുന്നതിനനുസരിച്ച് ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഈ പേസ് മേക്കറിൻ്റെ ലീഡ്സ് പോകുന്നത് എങ്ങോട്ടാണ്, ഹാർട്ടിലോട്ടാണ്, ഹാർട്ടിൻ്റെ ഉള്ളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ലീഡ്സ് പോകുന്നത്. അപ്പം ഈ ഡിവൈസിനെയാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, കാർഡിയാക് റിതം ഡിസോർഡേഴ്സ് ഉണ്ടാകുന്ന സമയത്ത്, അതായത് ഹാർട്ടിന് ഒരു താളം ഉണ്ടായിരിക്കും, ആ താളത്തിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ അതൊരു ഡിസോർഡർ ആണ്. അപ്പം അങ്ങനത്തെ ഡിസോർഡർ വരുന്ന കേസിലോ അല്ലെങ്കിൽ ബ്ലോക്കുകൾ ഉണ്ടാവുക, അപ്പം ഈ ഇലക്ട്രോ കണ്ടക്ഷൻ സിസ്റ്റത്തിന് ഈ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ബ്ലോക്സ് ഉണ്ടാവുക, അതായത് AV നോഡിലോ അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ബണ്ടിൽസിലോ അതേപോലെ SA നോഡിലോ, നമ്മൾ പെർക്കിൻജെ ഫൈബേഴ്സ് എന്ന് പറഞ്ഞൊരു കൂട്ടം ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലോ അതായത് ആ ഇലക്ട്രിക്കൽ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്ന എവിടെയെങ്കിലും ബ്ലോക്കോ എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ ഉണ്ടാകുന്നത് കാരണം അതിൻ്റെ ഇലക്ട്രോ കണ്ടക്ഷൻ സിസ്റ്റത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏത് തരം അബ്നോർമാലിറ്റി ആയാലും അതിനൊക്കെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്
ട്രീറ്റ്മെന്റിന് എന്ത് വേണം, നമുക്ക് പേസ് മേക്കേഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ ഇതാണ് പേസ് മേക്കർ എന്ന് പറഞ്ഞ ഡിവൈസിന്റെ ഫോട്ടോ ആണിത്. ഇത് ഫിറ്റ് ചെയ്യുന്നതിന്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഏകദേശം ഈ ഒരു കോളർ ബോണിന് അടിയിലായിട്ടാണ് എന്ത് ചെയ്യുക, ഫിറ്റ് ചെയ്യുക. ക്ലാവിക്കൽ എന്ന് നമ്മൾ പറയുന്നത് ഇതിന് അടിയിലായിട്ടാണ് ഈ പേസ് മേക്കർ വെക്കുന്നത്. അതിന് ലീഡ്സ് പോയിട്ട് ഹാർട്ടിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അതിന്റെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് പേസ് മേക്കറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് ദി സ്റ്റിമുലേറ്റിംഗ് പൾസസ് ടു ദി ഹാർട്ട്. അതായത് ഹാർട്ടിലേക്ക് എങ്ങനെയാണോ സ്റ്റിമുലേറ്റിംഗ് പൾസസ് കൊടുക്കുന്നത് അതിന്റെ ബേസിൽ പേസ് മേക്കറിനെ ക്ലാസിഫൈ ചെയ്ത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇന്റേണൽ പേസ് മേക്കേഴ്സും രണ്ടാമത്തത് എക്സ്റ്റേണൽ പേസ് മേക്കേഴ്സും. ഇന്റേണൽ പേസ് മേക്കേഴ്സിന് വേറൊരു പേരും കൂടി പറയും, ഇംപ്ലാന്റബിൾ പേസ് മേക്കേഴ്സ് എന്നും കൂടി പറയാറുണ്ട്. അപ്പം അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ദേ ആർ യൂസ്ഡ് ഇൻ കേസസ് റിക്വയറിംഗ് ലോങ് ടേം പേഴ്സിംഗ് ബിക്കോസ് ഓഫ് പെർമനന്റ് ഡാമേജ് ദാറ്റ് പ്രിവെന്റ്സ് നോർമൽ സെൽഫ് ട്രിഗറിംഗ് ഓഫ് ഹാർട്ട്സ്. അതായത് ഹാർട്ടിന് പെർമനന്റ് ഇഷ്യൂസ് ഉള്ളവർക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇംപ്ലാന്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ഫിറ്റ് ചെയ്യുന്നതാണ്. സർജറി ചെയ്തിട്ട് ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന ടൈപ്പിനെയാണ് നമ്മൾ ഇന്റേണൽ പേസ് മേക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, ലോങ് ടേം പേസിംഗ് ആവശ്യമുള്ളവർക്കാണ്. അതായത് പെർമനന്റ് ഡാമേജ്, ഹാർട്ടിന് പെർമനന്റ് ഡാമേജ് കാരണം സെൽഫ് ട്രിഗറിംഗ് ഓഫ് ഹാർട്ട്, ഈ ഹാർട്ടിന്റെ ട്രിഗറിംഗ് സെൽഫായിട്ട് നടക്കാത്ത പേഷ്യൻസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇന്റേണൽ പേസ് മേക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം പെർമനന്റ് ആയിട്ട് അല്ലാതെ വല്ലപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയോ അങ്ങനെയൊന്നും വരുന്നവർക്ക് ഇന്റേണൽ പേസ് മേക്കേഴ്സ് യൂസ് ചെയ്യില്ല. പെർമനന്റ് ഡാമേജ് ഉള്ളവർക്ക് അവരുടെ ഹാർട്ട് എന്ത് ചെയ്യില്ല, സ്വയം ട്രിഗറിംഗ് സംഭവിക്കില്ല. അപ്പം അതിന് പകരം എക്സ്റ്റേണലി പൾസസ് കൊടുത്തിട്ട് ഹാർട്ടിനെ ട്രിഗർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേസ് മേക്കർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേസ് മേക്കർ ഇറ്റ്സെൽഫ് മേ ബി ഇംപ്ലാന്റഡ് ഇൻ ദ ബോഡി, ബോഡിയിൽ ഇംപ്ലാന്റ് ചെയ്യുക ചെയ്യുന്നത് ബിലോ ദി റൈറ്റ് ഓർ ലെഫ്റ്റ് ക്ലാവിക്കൽ, ഈ കോളർ ബോണിന്റെ റൈറ്റ് ഓർ ലെഫ്റ്റ് ക്ലാവിക്കലിന്റെ തൊട്ടടിയിൽ ഭാഗത്തായിട്ട് ബോഡിക്ക് ഉള്ളിൽ എന്ത് ചെയ്യുക ചെയ്യുന്നത്, ഇംപ്ലാന്റ് ചെയ്യുക ചെയ്യുന്നത്. ഇന്റേണൽ ലീഡ്സ് കണക്ട് ടു ഇലക്ട്രോഡ്സ് ദാറ്റ് ആർ ഡയറക്ട്ലി ഇൻ കോൺടാക്ട് വിത്ത് ഇൻസൈഡ് ഓഫ് ദി റൈറ്റ് വെൻട്രിക്കിൾ ഓർ സർഫസ് ഓഫ് മയോകാർഡിയം. അപ്പോൾ ഇതിന്റെ അതിൽ രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രോഡ്സ് എന്തുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഇൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ഇൻസൈഡ് ഓഫ് ദി റൈറ്റ്, അതായത് ഹാർട്ടിന്റെ ഇൻസൈഡ് പോർഷനുമായി വെച്ചിട്ടുള്ള ഇലക്ട്രോഡ്സ് ആയിരിക്കും അതിലേക്ക് ലീഡ്സ് വെച്ച് കണക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഈ പേസ് മേക്കറിന്റെ കണക്ഷൻ ഡയറക്റ്റ് ഹാർട്ടിന്റെ ഉള്ളിലേക്കാണ് പോവുക, അല്ലെങ്കിൽ സർഫസ് ഓഫ് മയോകാർഡിയം. അപ്പം അതിനെയാണ് ഇന്റേണൽ പേസ് മേക്കേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇന്റേണൽ പേസ് മേക്കറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫർദർ ക്ലാസിഫൈഡ് ഇൻടു ഫിക്സഡ് റേറ്റ് പേസ് മേക്കേഴ്സ്, R-way controlled pacemaker, atrial triggered pacemaker and bifocal demand pacemaker. ഫിക്സഡ് റേറ്റ് പേസ് മേക്കേഴ്സ് എന്ന് നോക്കാം. ഫിക്സഡ് റേറ്റ് പേസ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലാന്റബിൾ പേസ് മേക്കേഴ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷനിൽ പെട്ടതാണ്. അപ്പോൾ അത് എവിടെ യൂസ് ചെയ്യുക, പേഷ്യൻസ് ഹാവിങ് പെർമനന്റ് ഹാർട്ട് ബ്ലോക്ക്, പെർമനന്റ് ആയിട്ട് ഹാർട്ട് ബ്ലോക്ക് ഉള്ളവർക്കാണ്. അതായത് ഹാർട്ടിന് സ്വയം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ട്രിഗറിങ് നടത്താൻ പറ്റാതെ വരുന്ന സമയത്ത്, അതായത് ട്രിഗർ പൾസ് ജനറേറ്റ് ചെയ്യാത്ത കേസിലാണ് ഈ ഫിക്സഡ് റേറ്റ് പേസ് മേക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഒരു ഫിക്സഡ് റേറ്റിലുള്ള പൾസസ് ഈ പേസ് മേക്കർ ഇങ്ങനെ ഹാർട്ടിലോട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 70 to 95 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും. അതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്റ്റേണലി വേരി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് യൂസ് ചെയ്യുന്ന എങ്ങനെയാണ്, മാഗ്നറ്റിക്കലി ആക്ടിവേറ്റഡ് ബിൽറ്റ് ഇൻ റിലേ ആണ് ഈ എക്സ്റ്റേണൽ വേരിയേഷന് പോസിബിൾ ആക്കുന്നത്. രണ്ടാമത്തെ R-way controlled പേസ് മേക്കർ ആണ്. R-way controlled പേസ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒക്കേഷണൽ ആയിട്ട് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാവുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് R-way controlled പേസ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വല്ലപ്പോഴും അല്ല, ഹാർട്ടിന് പ്രശ്നമുണ്ട് പക്ഷെ ഈ ഫിക്സഡ് ആയിട്ട് ഇങ്ങനെ സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കേണ്ട, ഇടയ്ക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇങ്ങനെ ബ്ലോക്ക് ഒരു ട്രിഗറിങ്ങിൽ ഒരു ബുദ്ധിമുട്ട് വരുള്ളൂ. ആ സമയത്ത് സിഗ്നൽ കൊടുക്കാനുള്ള അല്ലെങ്കിൽ പൾസ് കൊടുക്കാനുള്ള ടൈപ്പിനാണ് R-way controlled പേസ് മേക്കർ എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെയാ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പേസ് മേക്കർ എന്ത് ചെയ്യും, ഡിറ്റക്ട് ദ R wave ഓഫ് ECG. ഇപ്പം ഈ R wave എന്ന് പറയുന്നത് നമ്മൾ PQRS അങ്ങനെ QRS കോംപ്ലക്സ് ഒക്കെ വെച്ചിട്ട് ECG വേവ് ഫോമിന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ R wave ഉണ്ടാകുന്നത് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ സംഭവിക്കുന്ന സമയത്താണ്. അതായത് ഓറിക്കിൾസ്, അതായത് മുകളിലുള്ള രണ്ട് ചേമ്പേഴ്സ് ഓറിക്കിൾസ് ഡീപോളറൈസേഷൻ കഴിഞ്ഞിട്ട് പിന്നെ സിഗ്നൽ താഴെ വെൻട്രിക്കിൾസിൽ എത്തുമ്പോൾ വെൻട്രിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. വെൻട്രിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ വെൻട്രിക്കിൾസ് എന്ത് ചെയ്യും, പോളറൈസേഷനിൽ നിന്ന് ഡീപോളറൈസേഷനിൽ പോകും. അതായത് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും, ആക്ഷൻ പൊട്ടൻഷ്യലിലോട്ട് പോകും. അപ്പം അത് സംഭവിക്കുന്നില്ലെങ്കിൽ, അത് ഉണ്ടാവോ ഇല്ലേ എന്ന് പേസ് മേക്കർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതിനാണ് R wave എന്ന്, ECG വേവ് ഫോമിന്റെ R wave ഇത് ഡിറ്റക്ട് ചെയ്യും. ഇനി അഥവാ അത് സ്വയമേ എന്ത് ചെയ്തിട്ടില്ല, ഈ വെൻട്രിക്കിൾസ് സ്റ്റിമുലേറ്റഡ് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ
pacemaker stimulates the ventricles after a very short delay of few milliseconds. അതായത് ഈ വെൻട്രിക്കിൾസ് സ്വയം സ്റ്റിമുലേറ്റഡ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്യുന്നത് ഈ ആർ വേവ് ഉണ്ടാവുന്നുണ്ടോ നോക്കിയിട്ടാണ്. അപ്പൊ ഇല്ലെങ്കിൽ ആഫ്റ്റർ എ ഫ്യൂ മില്ലി സെക്കൻഡ്സ് എന്ത് ചെയ്യും, അത് വെൻട്രിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. മൂന്നാമത്തത് ആട്രിയൽ ട്രിഗേർഡ് പേസ് മേക്കേഴ്സ് ആണ്. ആട്രിയ എന്ന് പറഞ്ഞാൽ ഓറിക്കിൾസിന്റെ വേറെ പേരാണ് ആട്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ആട്രിയൽ ട്രിഗേർഡ് പേസ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഡിറ്റക്ട്സ് കോൺട്രിബ്യൂഷൻ ഓഫ് ഓറിക്കിൾസ് ടു ദി കാർഡിയാക് ഔട്ട്പുട്ട്. അതായത് ഈ കാർഡിയാക് ഔട്ട്പുട്ടിൽ ഓറിക്കിൾസിന്റെ കോൺട്രിബ്യൂഷൻ ഡിറ്റക്ട് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓറിക്കിൾസിന്റെ ഫംഗ്ഷനിങ് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഓറിക്കിൾസിന് പ്രശ്നമൊന്നും ഇല്ലാത്ത ഓറിക്കിൾ വരെ ഈ സ്റ്റിമുലേഷൻ പൾസസ് എത്തുക, അത് കഴിഞ്ഞ് വെൻട്രിക്കിൾസിലോട്ട് എത്താതിരിക്കുന്ന ടൈപ്പ് അബ്നോർമാലിറ്റീസ് ഉണ്ടാവാം. ഓറിക്കിൾസിന്റെ സ്റ്റിമുലേഷൻ കഴിഞ്ഞിട്ടാണ് താഴോട്ട് കണ്ടക്ട് ചെയ്തിട്ട് വെൻട്രിക്കിൾസിനെ ഈ ഇലക്ട്രിക്കൽ പൾസസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ പൾസസിന് അത്രയും ദൂരം അത്രയും ഇങ്ങോട്ട് താഴോട്ട് കണ്ടക്ട് ചെയ്യാനുള്ള ആ ഒരു സ്ട്രെങ്ത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് താഴോട്ട് വെൻട്രിക്കിൾസിലോട്ട് എത്തൂല. അങ്ങനത്തെ കേസസിലൊക്കെ ഓറിക്കിൾസിൽ എത്തുമ്പോൾ ഓറിക്കിൾസ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും, ഓറിക്കിൾസ് അതിന്റെ ഫംഗ്ഷൻ ചെയ്യുകയും ചെയ്യും. ഓറിക്കിൾസിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിൽ ബ്ലഡ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റും ലെഫ്റ്റും ഓറിക്കിൾ നമുക്ക് ഉണ്ടായിരുന്നു. ഒന്ന് പ്യുവർ ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡിനെയും മറ്റേത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെയും കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഓറിക്കിൾസിന്റെ ഫംഗ്ഷൻ. അപ്പോൾ ഓറിക്കിൾസിൽ സിഗ്നൽ എത്തുമ്പോൾ അത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് അതിന്റെ ഫംഗ്ഷൻ, അതായത് അതിന് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഉണ്ടാവും. അതിന് എക്സ്പാൻഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബ്ലഡ് ഫില്ല് ചെയ്യാന്ന്, കോൺട്രാക്ട് ചെയ്യുമ്പം ഈ ബ്ലഡ് എന്ത് ചെയ്യും, വെൻട്രിക്കിൾസിലോട്ട് പാസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ആ ഓറിക്കിൾസിന്റെ ഫംഗ്ഷൻ അതിന്റെ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യും, ഇത് ഡിറ്റക്ട് ചെയ്യും. ഇറ്റ് അലോസ് വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ ഓൺലി ആഫ്റ്റർ ഫില്ലിംഗ് ദി ഓറിക്കിൾസ് ബൈ ബ്ലഡ്. അപ്പം ഓറിക്കിൾസിന്റെ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം, ഓറിക്കിൾസിൽ ബ്ലഡ് ഫില്ലായതിനു ശേഷം ഇതെന്ത് ചെയ്യും, വെൻട്രിക്കിൾസിനെ കോൺട്രാക്ട് ചെയ്യും. അതായത് വെൻട്രിക്കിൾസിൽ സ്റ്റിമുലേഷൻ പൾസ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, ആ വെൻട്രിക്കിൾസിനെ കോൺട്രാക്ഷൻ സംഭവിക്കും. അപ്പോൾ അവിടെ ഫുള്ളി പ്രശ്നമുള്ള ആൾക്കാരായിരിക്കില്ല. ഓറിക്കിൾസ് ആസ് യൂഷ്വൽ നോർമലി അത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും, പക്ഷെ വെൻട്രിക്കിൾസിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, പ്രോബ്ലം, വെൻട്രിക്കുലർ കോൺട്രാക്ഷന് മാത്രമേ പ്രോബ്ലം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓറിക്കിളിൽ ബ്ലഡ് നിറഞ്ഞതിന് ശേഷം ഈ പേസ് മേക്കർ എന്ത് ചെയ്യും, വെൻട്രിക്കിളിനെ എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യിക്കും. അടുത്തത് ബൈഫോക്കൽ ഡിമാൻഡ് പേസ് മേക്കർ ആണ്. ബൈഫോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് പേസ് മേക്കർ സ്റ്റിമുലേറ്റ്സ് ബോത്ത് ആട്രിയ ആൻഡ് വെൻട്രിക്കിൾസ് ഇൻ സീക്വൻസ്. അപ്പം ഇവിടെ ഓറിക്കിളും ഈ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത്, എപ്പോഴും ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകുന്ന കേസല്ല, അങ്ങനത്തെ കേസിൽ ഫിക്സഡ് റേറ്റ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ ടൈപ്പാണ് യൂസ് ചെയ്യുക, ഫിക്സഡ് റേറ്റ് പേസ് മേക്കേഴ്സ് ആണ്. ഇവിടെ പേഷ്യന്റ് നീഡിനനുസരിച്ച്, അതായത് സംടൈംസ് എന്തുണ്ടാവാം, ഈ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക്കൽ പൾസിന് ആംപ്ലിറ്റ്യൂഡ് ഇല്ലാതിരിക്കുകയോ അതിന് ഈ ഓറിക്കിൾസിനെയും വെൻട്രിക്കിൾസിനെയും കൂടെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാനുള്ള ശക്തി ഇല്ലാതിരിക്കുകയൊക്കെ വരാം. അപ്പൊ അത് ഒക്കേഷണൽ ആയിട്ട് വരും. പക്ഷെ അവിടെ എന്ത് ചെയ്യൂല, ഓറിക്കിൾസിനും വെൻട്രിക്കിൾസിനെയും ഹാർട്ടിന് സ്വയം എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റിമുലേറ്റ് ചെയ്യിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കേസസിലാണ് ബൈഫോക്കൽ ഡിമാൻഡ് പേസ് മേക്കർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ എന്ത് തരം അബ്നോർമാലിറ്റിയാണ്, എന്ത് തരം ഡിസോർഡർ ആണ് ഹാർട്ട് ഫംഗ്ഷനിങ്ങിൽ ഉള്ളതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് അയാൾക്ക് എന്ത് ഫിറ്റ് ചെയ്യുക, കറക്റ്റ് പേസ് മേക്കർ. എപ്പോഴും പെർമനന്റ് ആയിട്ട് ഹാർട്ട് ബ്ലോക്ക് ഉള്ള ആളാണോ അല്ലെങ്കിൽ വല്ലപ്പോഴും ആണോ സംഭവിക്കുന്നത്, അതിൽ ഏത് ഭാഗത്താണ് സ്റ്റിമുലേഷൻ കിട്ടാത്തത്, ഇങ്ങനത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇന്റേണൽ പേസ് മേക്കേഴ്സ് ശരീരത്തിനുള്ളിൽ ഇംപ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബൈഫോക്കൽ ഡിമാൻഡ് പേസ് മേക്കർ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ബോത്ത് ആട്രിയ ആൻഡ് വെൻട്രിക്കിൾ ഇൻ സീക്വൻസ്. അതായത് ആദ്യം ഇൻ സീക്വൻസ് എന്ന് പറയാൻ കാരണം നമ്മുടെ ഹാർട്ടിന്റെ വർക്കിങ്ങിൽ ആദ്യം ഓറിക്കിൾസിലാണ് സ്റ്റിമുലേഷൻ വരുന്നത്, അത് കഴിഞ്ഞിട്ട് ആ സിഗ്നൽ താഴോട്ട് ട്രാവൽ ചെയ്തിട്ടാണ് വെൻട്രിക്കിൾസ് എന്ത് ചെയ്യുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പം പേസ് മേക്കർ എന്ത് ചെയ്യും, അതേ ഓർഡറിൽ ഇൻ സീക്വൻസ് ആട്രിയേനെയും അതേപോലെ എന്ത് ചെയ്യും, വെൻട്രിക്കിൾസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യും. തൊട്ട് മുമ്പ് പറഞ്ഞതിൽ ഒക്കെ വെൻട്രിക്കിൾസിനാണ് സ്റ്റിമുലേഷൻ പൾസ് കൊടുത്തിരുന്നത്. ഇവിടെ എന്ത് ചെയ്യും, ബൈഫോക്കൽ ആയത് കാരണം ബോത്ത് ആട്രിയ ആൻഡ് വെൻട്രിക്കിൾസ് ആർ സ്റ്റിമുലേറ്റഡ് ബൈ ദിസ് പേസ് മേക്കർ. പേസ് മേക്കർ ഫങ്ഷൻസ് ഓട്ടോമാറ്റിക്കലി അക്കോർഡിംഗ് ടു പേഷ്യന്റ് നീഡ്സ്. അതായത് പേഷ്യന്റിന്റെ ആവശ്യാനുസരണം അത് ക്രൈറ്റീരിയാസ് ചെക്ക് ചെയ്യാനുണ്ടാവും. അതായത് ഹാർട്ട് നോർമലി ബീറ്റ് ചെയ്യുന്ന, നോർമലി ട്രിഗേർഡ് ആവുന്നുണ്ടോ, ഉണ്ടെങ്കിൽ പേസ് മേക്കർ വർക്ക് ചെയ്യൂല. ഇനി ട്രിഗേർഡ് ആവുന്നില്ലെങ്കിൽ ഇത്ര ടൈം കഴിഞ്ഞതിന് ശേഷം പേസ് മേക്കർ എന്ത് ചെയ്തോളും, ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റിമുലേഷൻ പൾസ് പ്രൊവൈഡ് ചെയ്തോളും. അങ്ങനെയാണ് ബൈഫോക്കൽ ഡിമാൻഡ് പേസ് മേക്കർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡിമാൻഡ് പേസ് മേക്കർ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ പേഷ്യന്റ് നീഡ്സ് ആയതുകൊണ്ടാണ് ഇത് ഡിമാൻഡ് ചെയ്യുമ്പോൾ മാത്രമേ പേസ് മേക്കർ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ.
നെക്സ്റ്റ് എക്സ്റ്റേണൽ പേസ് മേക്കേഴ്സ് ആണ്. എക്സ്റ്റേണൽ പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പുറത്ത് യൂസ് ചെയ്യുന്ന ഫിറ്റ് ചെയ്യുന്ന ടൈപ്പിനെയാണ് എക്സ്റ്റേണൽ പേസ് മേക്കർ എന്ന് പറയുന്നത്. ദേ ആർ യൂസ്ഡ് ഓൺ പേഷ്യൻസ് വിത്ത് ടെമ്പററി ഹാർട്ട് ഇറഗുലർ. ടെമ്പററി ആയിട്ട് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന ആൾക്കാർക്കാണ് ഈ എക്സ്റ്റേണൽ പേസ് മേക്കർ യൂസ് ചെയ്യുന്നത്. ദേ ആർ ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ ബോഡി. യൂഷ്വലി യൂസ്ഡ് ഫോർ പേഷ്യൻസ് റിക്കവറിംഗ് ഫ്രം കാർഡിയാക് സർജറി ടു കറക്റ്റ് ദ ടെമ്പററി കണ്ടക്ഷൻ എറേഴ്സ് റിസൾട്ടിംഗ് ഫ്രം സർജറി. അതായത് കാർഡിയാക് സർജറി കഴിഞ്ഞ ആൾക്കാർക്ക് ടെമ്പററി ആയിട്ട് ഈ കണ്ടക്ഷൻ എറേഴ്സ് ഉണ്ടാവും. അതായത് ഈ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ഓഫ് ദി ഹാർട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും ടെമ്പററി ആയിട്ട്. അപ്പോൾ അവർ റിക്കവർ ചെയ്യുന്നത് വരെ അത് ഉണ്ടാവും. അങ്ങനത്തെ കേസസിലാണ് സാധാരണ എക്സ്റ്റേണൽ പേസ് മേക്കേഴ്സ് യൂസ് ചെയ്യാറ്. അപ്പം അവർ പേഷ്യൻ്റ് റെഡി ആവുന്നതിനനുസരിച്ച് പേഷ്യൻറ്റിൻ്റെ അസുഖം മാറി വരുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, കണ്ടക്ഷൻ നോർമൽ കണ്ടക്ഷൻ റിട്ടേൺ ആകും. അപ്പോൾ കണ്ടക്ഷനിലുള്ള പ്രോപ്പർട്ടി എറേഴ്സ് ഒക്കെ റെഡി ആയിട്ട് നോർമൽ രീതിയിലാവും. അങ്ങനെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ദ യൂസ് ഓഫ് പേസ് മേക്കേഴ്സ് ഇസ് ഡിസ്കണ്ടിന്യൂഡ്. അപ്പം പേസ് മേക്കറിൻ്റെ ഉപയോഗം എന്ത് ചെയ്യും, ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് അവർ നോർമൽ ഹാർട്ട് ഫംഗ്ഷനിലോട്ട് തിരിച്ചു പോകും. അപ്പം ശരീരത്തിൻ്റെ പുറത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പേസ് മേക്കേഴ്സിനെയാണ് എക്സ്റ്റേണൽ പേസ് മേക്കർ എന്ന് പറയുന്നത്. ടെമ്പററി ഹാർട്ട് ഇറഗുലാരിറ്റീസ് ഉള്ളവർക്കാണ് യൂസ് ചെയ്യുന്നത്. മിക്കവാറും കേസസിൽ കാർഡിയാക് സർജറി കഴിഞ്ഞിട്ട് കിടക്കുന്ന പേഷ്യൻസിനാണ് അവർ റിക്കവറിങ് പീരീഡിൽ എന്തെങ്കിലും ഈ കണ്ടക്ഷൻ എറേഴ്സ് ഉണ്ടെങ്കിൽ അതിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പേസ് മേക്കർ യൂസ് ചെയ്യുന്നത്. അവർ ഹെൽത്തി കണ്ടീഷനിലൊക്കെ തിരിച്ചു വരുമ്പോൾ ഈ കണ്ടക്ഷനും നോർമൽ രീതിയിലാവും. അപ്പോൾ പേസ് മേക്കർ എന്ത് ചെയ്യും, ഡിസ്കണ്ടിന്യൂ ചെയ്യും. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അസിൻക്രണസ് എക്സ്റ്റേണൽ പേസ് മേക്കേഴ്സും സിൻക്രണസ് എക്സ്റ്റേണൽ പേസ് മേക്കേഴ്സും. എക്സ്റ്റേണൽ പേസ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ ടൈപ്പ് ആണ്. ഒരു ഫിക്സഡ് ആയിട്ട് ഇങ്ങനെ ഇത് കൊടുത്തുകൊണ്ടിരിക്കും യൂണിഫോം റേറ്റിൽ ഇലക്ട്രിക്കൽ പൾസ്. അത് ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫിക്സഡ് റേറ്റിൽ ഇങ്ങനെ യൂണിഫോം റേറ്റിൽ പൾസസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും, ദെർബൈ ഗിവിങ് എ ഫിക്സഡ് ഹാർട്ട് റേറ്റ്. അപ്പോൾ ഫ്രീ റണ്ണിങ് ഓസിലേറ്ററിന്റെ ഫംഗ്ഷൻ തന്നെ അതേപോലെ ആയിരിക്കും വർക്ക് ചെയ്യുക. ഒരു യൂണിഫോം റേറ്റിൽ പൾസസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് ഹാർട്ടിന് എന്താ കിട്ടുക, ഒരു ഫിക്സഡ് ഹാർട്ട് റേറ്റ് കിട്ടും. ഇനി സിൻക്രണസ് എക്സ്റ്റേണൽ പേസ് മേക്കേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ഹാർട്ട് ബ്ലോക്ക് ഒക്കേഴ്സ് ഒക്കേഷണലി ദർ ഇസ് നോ നീഡ് ടു സ്റ്റിമുലേറ്റ് ദ വെൻട്രിക്കിൾ കണ്ടിന്യൂസ്ലി. ഇപ്പോൾ ടെമ്പററി പ്രശ്നമുള്ളവർക്കാണെങ്കിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ബ്ലോക്ക് വരുന്നില്ല, എപ്പോഴെങ്കിലും ആണ് ഈ ഒരു ചെറിയൊരു കണ്ടക്ഷൻ എറർ വരുന്നെങ്കിൽ അവിടെ നമുക്ക് എപ്പോഴും എന്തിൻ്റെ ആവശ്യമില്ല, ഈ വെൻട്രിക്കിൾസിനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞ ഒരു അവസ്ഥ വരും. ഈ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ റിതം നഷ്ടപ്പെടുന്ന, താളം നഷ്ടപ്പെടുന്നതിന് ഒരു ഡിസോർഡറിനെയാണ് ഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. അത് അടുത്ത സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പം ഈ ആവശ്യമില്ലാതെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഈ വെൻട്രിക്കിളിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നോർമൽ താളത്തിൽ നിന്ന് വ്യത്യാസം വരും. ഇതിനെയാണ് നമ്മൾ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്, ഈ സിൻക്രണസ് പേസ് മേക്കേഴ്സ് ആണ് ആ കേസസിൽ യൂസ് ചെയ്യുന്നത്. ആവശ്യമുള്ളപ്പോൾ മാത്രം എന്ത് ചെയ്യുക, എക്സ്റ്റേണൽ ആയിട്ട് പൾസസ് കൊടുക്കുക. സിൻക്രണസ് ഡിമാൻഡ് പേസ് മേക്കർ, ഇതൊരു സിൻക്രണസ് പേസ് മേക്കർ, എക്സ്റ്റേണൽ സിൻക്രണസ് പേസ് മേക്കർ ആണ്. എങ്ങനെയാണ്, ഡിമാൻഡ് പേസ് മേക്കർ ആണ്. ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ പേസ് മേക്കർ സിഗ്നൽ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. ബ്ലോക്ക് ഡയഗ്രത്തിൽ ഇവിടെ ഒരു ഇലക്ട്രോഡ് ഉണ്ട്. ഈ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫംഗ്ഷനാണ് ഇലക്ട്രോഡിനുള്ളത്. ഒന്ന് വെൻട്രിക്കിൾസിൻ്റെ ആർ വേവ്, ECG വേവ് ഫോമിൽ ആർ വേവ് സെൻസ് ചെയ്യാനും, രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ അത് ശരീരത്തിലോട്ട് കൊടുക്കുന്ന ഇലക്ട്രോഡായിട്ട്. അപ്പോൾ ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും ഈ സെയിം ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസിങ് ദ സെൻസിങ് ഇലക്ട്രോഡ്. അപ്പോൾ ആദ്യം ഇത് സെൻസിങ് ഇലക്ട്രോഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, പിന്നെ സ്റ്റിമുലേഷൻ കൊടുക്കാനുള്ള ഇലക്ട്രോഡ്. രണ്ടിനും കൂടെ ഒറ്റ ഇലക്ട്രോഡാണ്. സെൻസിങ് ഇലക്ട്രോഡും സ്റ്റിമുലേറ്റിംഗ് ഇലക്ട്രോഡ് ആയിട്ടും ഇത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ടു റൈറ്റ് വെൻട്രിക്കിൾ, ആർ വേവ് സെൻസിങ്, റൈറ്റ് വെൻട്രിക്കിളിനകത്തോട്ടാണ് അത് പോവുക. Using the sensing electrode, the heart rate is detected and is given to the timing circuit in the pacemaker. അപ്പം ഇത് എന്ത് ചെയ്യും, ഓരോ പ്രാവശ്യം ഹാർട്ട് മിടിക്കുമ്പോൾ ഇത് ഡിമാൻഡ് പേസ് മേക്കർ ആണ്. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, സിഗ്നൽ കൊടുക്കുള്ളൂ. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യം ഹാർട്ട് മിടിക്കുമ്പോഴും അത് എന്ത് ചെയ്യും, ആ റേറ്റ് അത് നോക്കും, അത് സെൻസ് ചെയ്യും. റേറ്റ് സെൻസ് ചെയ്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്ത് സിഗ്നൽ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തിയിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നത് ഒരു ടൈമിംഗ് ആൻഡ് കൺട്രോൾ സർക്യൂട്ടിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഒരു ബീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഈ ടൈമിംഗ് സർക്യൂട്ട് സ്റ്റാർട്ട് ആവും. ടൈമിംഗ് സർക്യൂട്ട് റീസെറ്റ് ആയിട്ട് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മുടെ ഹാർട്ടിന്റെ ഈ മിടിപ്പിന് ഒരു ഫിക്സഡ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ ഒരു മിടിപ്പ് കഴിഞ്ഞിട്ട് ഫിക്സഡ് ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടാണ് എന്തുണ്ടായിരിക്കുക, അടുത്ത മിടിപ്പ് ഉണ്ടാവുക. അപ്പം ഇവിടെ
ഒരു പ്രാവശ്യത്തെ മിടിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആർ വേവ് സെൻസ് ചെയ്ത്, അതായത് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ സാധാരണ വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഫംഗ്ഷൻ അങ്ങനെ നടക്കും, വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ ഒക്കെ. അപ്പം അതിൽ ഹാർട്ടിന് ഉണ്ടാവുന്ന ജനറേറ്റ് ചെയ്യുന്ന സിഗ്നൽസ് ഓറിക്കിൾസിലൂടെ ട്രാവൽ ചെയ്ത് വെൻട്രിക്കിൾസിൽ എത്തിയിട്ട് ആർ വേവ് ഉണ്ടായത് സെൻസ് ചെയ്യാണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം അത് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഹാർട്ട് അങ്ങ് ആ ഒരു സൈക്കിൾ അങ്ങ് കംപ്ലീറ്റ് ആവും. അപ്പം ഇതെന്ത് ചെയ്യും, ഈ ടൈമിംഗ് സർക്യൂട്ടിലോട്ട് കൊടുക്കും. If the detected heart rate is below a certain minimum level, the fixed rate pacemaker is turned on to the pace of the heart. അപ്പം ഈ സെൻസ് ചെയ്യുന്ന സിഗ്നല്, അപ്പം അതാദ്യം ഈ ആർ വേവ് സെൻസ് ചെയ്യുന്ന ആ സിഗ്നല്, ആ റേറ്റ് ബിലോ എ സർട്ടൺ മിനിമം ലെവൽ, ഒരു മിനിമം ലെവൽ, അതായത് ഹാർട്ടിന്റെ നോർമൽ സിഗ്നലിന്റെ ആ ഒരു ലെവൽ ഇല്ലെങ്കിൽ, ഒരു മിനിമം ലെവലിന് താഴെയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഫിക്സഡ് റേറ്റ് പേസ് മേക്കേഴ്സ് എന്താവും, ഓൺ ആവും. അതായത് ആ ഒരു സിഗ്നലിൽ തന്നെ അറിയാൻ പറ്റും ഇത് ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, ഹാർട്ടിന്റെ പമ്പിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത് ആ സിഗ്നലിന് ഉണ്ടോ, റേറ്റും കാര്യങ്ങളും ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അതൊരു ഹാർട്ട് റേറ്റ് ബിലോ മിനിമം ലെവൽ ആണെങ്കിൽ മാത്രം എന്തോണാവും, ഈ ഫിക്സഡ് റേറ്റ് പേസ് മേക്കർ ഓൺ ആവും. ഫിക്സഡ് റേറ്റ് പേസ് മേക്കർ ഓൺ ആയിട്ട് അത് സിഗ്നൽ എങ്ങോട്ട് കൊടുക്കും, ഔട്ട്പുട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊടുക്കും, ഈ ഇലക്ട്രോഡ് വഴി തന്നെ ഹാർട്ടിലോട്ട് കൊടുക്കും. അപ്പൊ ആവശ്യമുള്ളപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സിഗ്നല് ഇത് ഇമ്പൾസ്, ഇലക്ട്രിക്കൽ ഇമ്പൾസ് കൊടുക്കുള്ളൂ. The lead used to detect the R wave is now used to stimulate the heart. അപ്പം ആദ്യം ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോഡ് തന്നെയാണ് ഇപ്പം സ്റ്റിമുലേറ്റിംഗ് പൾസസ് ഹാർട്ടിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇഫ് എ നാച്ചുറൽ കോൺട്രാക്ഷൻ ഒക്കേഴ്സ്, അപ്പം വെൻട്രിക്കിളിന്റെ നാച്ചുറൽ കോൺട്രാക്ഷൻ നടക്കുകയാണെങ്കിൽ ആ സിങ്ക്രണസ് പേസേഴ്സ് ടൈമിംഗ് സർക്യൂട്ട് ഇസ് റീസെറ്റ്. എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ കോൺട്രാക്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിന്റെ ആവശ്യമില്ല, ഈ പേസ് മേക്കർ അസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പൊ അതെന്ത് ചെയ്യും, ടൈമിംഗ് സർക്യൂട്ട് ഇസ് റീസെറ്റ്, ഇത് റീസെറ്റ് ആയി വീണ്ടും 0 തൊട്ട് ടൈം ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ടൈം ഇറ്റ്സ് നെക്സ്റ്റ് പൾസ് ടു ഡിറ്റക്ട് ദി ഹാർട്ട് ബീറ്റ്. അപ്പം അതൊരു ടൈമിംഗ് റീസെറ്റ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ടൈമിംഗ് വരെ അതെന്ത് ചെയ്യും, അതിങ്ങനെ റൺ ചെയ്യും. എന്നിട്ട് വീണ്ടും ആ ടൈമിംഗ് കണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടൈമർ സർക്യൂട്ട് എന്ത് ചെയ്യും, റീസെറ്റ് ആയിട്ട് അടുത്തത് കൗണ്ട് ചെയ്യാൻ തുടങ്ങും. കുറച്ച് നേരം കഴിയുമ്പം ആ ടൈം റെഡി ആയി കഴിഞ്ഞാൽ വീണ്ടും ചെക്ക് ചെയ്യും. വീണ്ടും ചെക്ക് ചെയ്യുമ്പം ആ ഒരു മിനിമം ലെവൽ ഇല്ലെങ്കിൽ വീണ്ടും പേസ് മേക്കർ ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യും, സിഗ്നല് കൊടുക്കും. അപ്പം ആ ഒരു ഹാർട്ടിൽ നിന്നും കിട്ടുന്ന ആ ഒരു സിഗ്നല് സെൻസ് ചെയ്തിട്ട് ഒരു മിനിമം ലെവൽ ഇല്ലെങ്കിൽ മാത്രമേ പേസ് മേക്കർ എന്ത് ചെയ്യുള്ളൂ, ഓൺ ആയിട്ട് സിഗ്നൽ അങ്ങോട്ട് കൊടുക്കുള്ളൂ, സ്റ്റിമുലേറ്റിംഗ് പൾസസ് അങ്ങോട്ട് കൊടുക്കുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ എന്ത് ചെയ്യുക ചെയ്യുന്നത്, ഇത് ഹാർട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആവശ്യം, അതർവൈസ് സിങ്ക്രണസ് പേസ് മേക്കർ പ്രൊഡ്യൂസസ് പൾസസ് അറ്റ് ഇറ്റ്സ് പ്രീസെറ്റ് റേറ്റ്. അപ്പം അത് പറഞ്ഞത് നാച്ചുറൽ കോൺട്രാക്ഷൻ നടക്കാത്ത സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇതെന്ത് ചെയ്യുന്നത്, ഈ പൾസസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് വർക്കിംഗ്. അപ്പം ഡിമാൻഡ് പേസ് മേക്കർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആവശ്യമുണ്ടാകുന്ന സമയത്ത് മാത്രം പൾസസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് പേസ് മേക്കർ യൂസ് ചെയ്യുന്നത്. ഞാൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് എന്താണ്, യൂസ് ടു അറസ്റ്റ് വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ. വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ, അതായത് ആ വെൻട്രിക്കിൾസിന്റെ കോൺട്രാക്ഷന്റെ താളം തെറ്റുന്നതിനെയാണ് ഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. വെൻ ആർ വേവ് ഈസ് അപ്പിയറിംഗ് വിത്ത് ലെസർ ആംപ്ലിറ്റ്യൂഡ്, ആർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറവാണ്, അതായത് വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ കിട്ടുന്ന സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറവാണെങ്കിൽ ഇത് എന്ത് ചെയ്യും, ഇതിലെ സർക്യൂട്ട് ആംപ്ലിഫൈ ചെയ്ത് ആ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങോട്ട് കൊടുക്കും, പ്രോപ്പർ ആക്കിയിട്ട് ഹാർട്ടിലോട്ട് എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും. ഇനി അതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്രിയൽ ആൻഡ് വെൻട്രിക്കുലർ കോൺട്രാക്ഷൻസ് ആർ നോട്ട് സിങ്ക്രണൈസ്ഡ്. അതായത് ആട്രിയൽ കോൺട്രാക്ഷനും വെൻട്രിക്കുലർ കോൺട്രാക്ഷനും ഉണ്ട്. അതായത് ഓറിക്കിൾസിന്റെ കോൺട്രാക്ഷൻ കഴിഞ്ഞിട്ടൊരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ടാണ് വെൻട്രിക്കുലർ, അതിനൊക്കെ ഒരു സിങ്ക്രണൈസേഷൻ ഉണ്ട്. അതിന്റെ ആ ഒരു താളത്തിലാണ്, ആ ഒരു സമയവും കാര്യങ്ങളൊക്കെ സിങ്ക്രണൈസ്ഡ് ആണ് ഓരോ ഓപ്പറേഷൻസും. അപ്പം നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന സമയത്ത് പേസ് മേക്കേഴ്സ് ഡിമാൻഡിനനുസരിച്ച് കൊടുക്കുമ്പം അത് ചെക്ക് ചെയ്യുക ചെയ്യുന്നത്, ഇത്ര സമയത്തിനകത്ത് വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ ഇത് പുറത്തുനിന്ന് എന്ത് ചെയ്യും, സിഗ്നൽ കൊടുക്കും. അപ്പം അങ്ങനത്തെ എക്സ്റ്റേണൽ സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് എന്ത് വരും, ഈ ആട്രിയത്തിന്റെ ഇതും വെൻട്രിക്കുലാറിന്റെ കോൺട്രാക്ഷൻ തമ്മിലൊരു സിങ്ക്രണൈസേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇത് എക്സ്റ്റേണലി പുറത്തുനിന്ന് സിഗ്നൽ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ ഒരു കോൺട്രാക്ഷൻ സംഭവിക്കുക ചെയ്യുന്നത്. അപ്പം ആ ഒരു സിങ്ക്രണൈസേഷൻ ഉണ്ടാവില്ല എന്നുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്തിനുണ്ട്, ഈ ഡിമാൻഡ് പേസ് മേക്കേഴ്സിന് ഉണ്ട്. ഫിക്സഡ് റേറ്റിലല്ലല്ലോ കൊടുക്കുന്നത്, ആവശ്യം ഉണ്ടാവാൻ തോന്നുമ്പം സിഗ്നൽ കൊടുക്കല്ലേ, അപ്പൊ അന്നേരം കോൺട്രാക്ട് ചെയ്യും. അപ്പം അതിന്റെ ഓറിക്കിൾസ് കഴിഞ്ഞിട്ട് വരുന്ന അതിനുമായിട്ട് ഇങ്ങനെ സിങ്ക്രണൈസ്ഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ഒന്നും ഉണ്ടാവില്ല.
അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത്രയാണ് പേസ് മേക്കേഴ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്.